നമസ്കാരം. ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. പുതിയ മാസത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക. എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ചേരുന്ന മാസമാണ് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർ, അതായത് രാജയോഗ തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി മാസത്തിൽ രാജയോഗം ആരംഭിക്കുന്ന അല്ലെങ്കിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ പ്രധാന നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ശുഭകാര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഘടകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിവുകൾ, പ്രത്യേകിച്ചും നിങ്ങൾ അറിയാതെ പോകുന്ന, അതായത് മറ്റുള്ളവർ അറിയാതെ പോകുന്ന പല കഴിവുകളും അംഗീകരിക്കുക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ശുഭകരമായ മാറ്റങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്നു വരുന്ന സമയം തന്നെയാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗൃഹം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അത് മോടി പിടിപ്പിക്കുവാനും അതേപോലെ തന്നെ പുതിയ വീട് പണിയുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ വായ്പാ സഹായം നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്ന് ചേരാവുന്ന സമയം തന്നെയാകുന്നു. സഹോദരന്മാരുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ചില തർക്കങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കുന്ന, ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു 11 ഉള്ളതിനാൽ തന്നെ നേർവഴികളിലൂടെയും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമാനം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കണ്ടകശനി നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നതിനാൽ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അത് പരമശിവനെ ആരാധിച്ച്, ശാസ്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ചില അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വളരെ അനുകൂലിക്കുക തന്നെ ചെയ്യും. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്ന് തന്നെ പറയാം. വിനോദയാത്രകൾ, ആഡംബര വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ മാസം പകുതിയാകുമ്പോഴേക്കും മേന്മ അഥവാ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. തടസ്സങ്ങളുണ്ടായിരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസരങ്ങളാണ് പ്രധാനമായും വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്ന അവസരമാണ് പ്രധാനമായും ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുക. കൂടാതെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ പ്രവേശിക്കുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാകുന്നു. കൂടാതെ നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി അന്വേഷിക്കുന്നത് ഉത്തമമല്ല. ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നത് ശുഭകരമായ കാര്യം തന്നെയാകുന്നു. കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനൈക്യം പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം വന്നു ചേരും. മക്കളുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ തർക്കങ്ങൾ പരിഹരിച്ച്, അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഉള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. വരുമാനം വർദ്ധിക്കുവാൻ സാധിക്കുന്ന ചില വഴികൾ തെളിയും.
പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. രോഗാവസ്ഥയുണ്ട് എങ്കിൽ രോഗാവസ്ഥ ഒരു പരിധിവരെ ഒഴിയുന്ന സമയമാണ് എന്ന് തന്നെ ഈ മാസത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. നക്ഷത്രനാഥനായ ശുക്രൻ രാശിയിൽ തുടരുന്നതിനാൽ തന്നെ കാര്യസിദ്ധി, അതേപോലെ ഭൗതികപരമായ നേട്ടങ്ങൾ എന്നിവ വന്ന് ചേരുന്ന സമയമാകുന്നു. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ കവികൾക്കും കലാകാരന്മാർക്കും അവസരങ്ങളും ആദരവും കൈവരുന്ന സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ മക്കളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. ജന്മനക്ഷത്രനാഥനായ ചൊവ്വ ഉച്ചത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മധൈര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. എതിർപ്പുകൾ കുറയ്ക്കുവാൻ സാധിക്കും. കൂടാതെ അവഗണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സമയം ലഭിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ കുറവാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. യാത്രകൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മംഗളകരമായ കാര്യങ്ങൾക്ക് ധനപരമായ ചെലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളായി ഇത് മാറുക തന്നെ ചെയ്യും. കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ധനപരമായ ആവശ്യങ്ങൾ വന്നു ചേരും. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. അത് പ്രധാനമായും ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഈ സമയം രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മുക്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ ഇനി മനസ്സിലാക്കാം. ആദ്യത്തേത് മകേരം നക്ഷത്രമാകുന്നു. മകേരം നക്ഷത്രക്കാർക്ക് ഗ്രഹാനുകൂല്യം അല്പം കുറവുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ ചെറിയ നേട്ടങ്ങൾക്ക് പോലും കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാൽ ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ പിന്നീട് വന്ന് ചേരാവുന്നതുമാകുന്നു. ഇഷ്ടവസ്തുക്കൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് നേടുവാൻ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കണം എന്നില്ല. അലച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മകീര നക്ഷത്രത്തിന്റെ നാഥനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി വരികയാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ അവരെ മറികടക്കുവാൻ സാധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അല്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അപകട സാധ്യതയും വർദ്ധിക്കുന്ന സമയമാകുന്നു. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ആദിത്യനും ചൊവ്വയും അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. കർമ്മഭാവത്തിലുള്ള രാഹു നിങ്ങൾക്ക് തൊഴിൽ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ്. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഉയർച്ചയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കാത്ത അവസ്ഥ, മേലധികാരികളുടെ അപ്രീതി വന്നു ചേരുക, വസ്തുതർക്കം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ധനനഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു.
കൂടാതെ സ്വർണം പണയം വയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുകയും ഭഗവാന് ധാര വഴിപാട് നടത്തുക. ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി ദേവിയെ പ്രാർത്ഥിക്കുക. മാറ്റം വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം സംഭവിക്കുന്നുണ്ട്. 10ാം ഭാവാധിപനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതിയും വന്ന് ചേരുന്ന സമയമാകുന്നു. 7ാം ഭാവത്തിലെ ഗ്രഹപ്പെരുക്കം കുടുംബജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. പൊരുത്തക്കേടുകൾ വന്ന് ചേരാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹാലോചനകൾ മുടങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ പല രീതിയിലുള്ള പിരിമുറുക്കം ജീവിതത്തിലേക്ക് വന്നു ചേരും. കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടതായി വരും. അധ്വാനം വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കണം എന്നില്ല. അതേപോലെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണ്ടതാകുന്നു. സാഹസങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയം കൂടിയാകുന്നു. ധനപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം നടത്തി ദേവിയെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമായ വഴിപാട് തന്നെയാണ്. മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. നക്ഷത്രാധിപനായ ബുധന് മൗഢ്യം വരുന്നതിനാൽ പ്രവർത്തികളിൽ ജാഗ്രത വേണ്ടതാകുന്നു. തീരുമാനങ്ങൾ കരുതലോടെയാകണം. ജന്മരാശിയുടെ നാഥനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി സംഭവിക്കുന്നത് ഗുണകരമായേക്കാം. എന്നാൽ ക്ലേശങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ പരിഹരിക്കുവാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും ശ്രദ്ധ വേണ്ടതാകുന്നു. വ്യാപാര രംഗത്ത് അല്പം ശ്രദ്ധ വേണ്ടതാകുന്നു. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. വിദേശത്ത് പോകുവാൻ കാത്തിരിക്കുന്നവരാണ് എങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കുടുംബത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹകരണം ലഭിക്കണം എന്നില്ല. എന്നാൽ 2ാം പകുതിയിലേക്ക് കടക്കുമ്പോൾ മേന്മ അല്പം കൂടി കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പ്രത്യേകിച്ചും കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണ്ടതാകുന്നു. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഈ സമയം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.